ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരെ ആരെയും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം. അതാണ് ലോകത്തെ ഏറ്റവും വലിയ കാര്യം. ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബാക്കി സൗകര്യങ്ങളോ സുഖലോലുപതയോ ഒന്നുമല്ല. മനുഷ്യന് സ്വതന്ത്രമായ അഭിപ്രായം പറയാനും ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനും ഇഷ്ടമുള്ള സിനിമ കാണാനും ഒക്കെയുള്ള അവകാശം ഉണ്ടല്ലോ. ആ അവകാശമാണ് ഏറ്റവും വലിയ കാര്യം. അതിവിടെ തന്നിട്ടുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. പട്ടിണി പാവങ്ങളുടെ ഒരു രാജ്യത്തെ കൈപിടിച്ച് മുന്നോട്ട് നടത്തിയത് എല്ലാ തരത്തിലുള്ള വൈദേശിക അക്രമങ്ങളെയും നേരിട്ടുകൊണ്ട് ചെറുത്തു നിന്നുകൊണ്ട് വിജയിച്ചുകൊണ്ട് ഈ രാജ്യത്തെ മുന്നോട്ട് നടത്തിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇപ്പൊ BJP-കാരെന്താ പറയുന്നത്? ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യുന്നത് കാണുന്നില്ലേ, എന്തേ കോൺഗ്രസെ നിങ്ങൾ പ്രതികരിക്കാത്ത എന്നാണ് ചോദിക്കുന്നത്. ഞാൻ ചോദിച്ചു, എന്തിനാ കോൺഗ്രസ് പ്രതികരിക്കേണ്ടത് BJP അല്ലേ, ഭരിക്കുന്നവരല്ലേ? കോൺഗ്രസിന്റെ അഭിപ്രായം പ്രിയങ്ക ഗാന്ധി പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദു കൂട്ടക്കൊലയ്ക്കെതിരായിട്ടുള്ള ശക്തമായ നിലപാട് ഒരു ബാഗിലൂടെ പ്രിയങ്ക ഗാന്ധി വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷെ ഇതിനു മുമ്പ് ഇങ്ങനെ സാഹചര്യം ഉണ്ടായല്ലോ. 1971 സമാനമായ സാഹചര്യം ഉണ്ടായി കിഴക്കൻ പാകിസ്ഥാനിൽ. അന്ന് ഇവിടെ ഇരുന്നിട്ട് വെറുതെ 56 ഇഞ്ചിന്റെ ഗീർവാണ പ്രസംഗം നടത്തുകയല്ല ഇന്ദിരാഗാന്ധി ചെയ്ത്, അങ്ങോട്ട് ഇന്ത്യൻ സൈന്യത്തിന് വിടുക ചെയ്തു. അങ്ങോട്ട് സാം മനേക്ഷയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ സൈന്യത്തെ വിടുകയാണ് ഇന്ദിരാഗാന്ധി എന്ന പ്രധാനമന്ത്രി. എന്നിട്ട് പാകിസ്ഥാനെ 2 കഷ്ണമാക്കി കൊടുത്തു ആ ധീരവനിത. ഓർമ്മയില്ല? എന്തേ BJP-കാർക്ക് പറ്റില്ലേ? കേന്ദ്രം ഭരിക്കുന്ന നിങ്ങളല്ലേടോ, ചെയ്യ്. എന്നിട്ട് കോൺഗ്രസിന് എന്താ അഭിപ്രായം എന്നാ ചോദിക്കുന്നത്. കോൺഗ്രസ് രാജ്യത്തെ പ്രതിപക്ഷമല്ലേ. ഞങ്ങൾ പറയുന്നു ഇന്ദിരാഗാന്ധി എന്ത് ചെയ്തോ അത് ചെയ്യാനുള്ള ധൈര്യം കാണിക്കും നരേന്ദ്രമോദി. എന്തേ ചെയ്യാത്തത്? പ്രിയപ്പെട്ടവരെ, കോൺഗ്രസ് എല്ലാ കാലത്തും വിദേശ നയത്തിലടക്കം കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ അഖണ്ഡതയെ കയറി വെല്ലുവിളിക്കാൻ ഏതൊരു വൈദേശിക ശക്തി ഏതൊക്കെ കാലത്ത് ശ്രമിച്ചിട്ടുണ്ടോ അതിശക്തമായ തിരിച്ചടി കൊടുക്കാൻ കോൺഗ്രസ് ഭരിക്കുമ്പോൾ സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ അരുണാചൽ പ്രദേശ് അടക്കമുള്ള സ്ഥലങ്ങളിൽ എന്തേ കാര്യം വാർത്ത പുറത്തുവിടാത്തത്? ചൈന എവിടെയാ കയറിയിരിക്കുന്നത്? ചൈന ഇന്ത്യക്ക് അകത്തേക്ക് കയറി ഇരിക്കുകയാണ്. അവിടെ പുറത്താക്കാൻ കഴിയുന്നില്ല. അത്തരം സാഹചര്യങ്ങൾ ഇപ്പോൾ അതെല്ലാം മൂടി വയ്ക്കപ്പെടുന്നു. ഈ നാട്ടിലെ സാധാരണക്കാരായ പാവപ്പെട്ടവരായിട്ടുള്ള കർഷകരുടെ വിലാപങ്ങളെ പോലും കേൾക്കാതെ അവരെ അടിച്ചമർത്താൻ വേണ്ടി ശ്രമിക്കുന്നു. രാജ്യത്തെ കർഷക സമൂഹം വലിയ തോതിൽ പ്രക്ഷോഭത്തിൽ ഏർപ്പെട്ടപ്പോഴും ആ പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ശ്രമിച്ചത്. നമ്മൾ കണ്ടതല്ലേ? ഈ രാജ്യത്തെ സർവകലാശാലകളിൽ ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരായിട്ടുള്ള ശബ്ദങ്ങൾ ഉയർന്നപ്പോ അതിനെ അടിച്ചമർത്താൻ വേണ്ടി ശ്രമിച്ചു. അതേ നയമാണ് കേരളത്തിൽ CPM നടത്തുന്നത്. കേരളത്തിലെ കലാലയങ്ങളിൽ അതുപോലെയുള്ള നയങ്ങളാണ് SFIയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ജനാധിപത്യ അവകാശങ്ങളെ ധ്വംസിക്കുന്ന കാര്യത്തിൽ CPM-ഉം BJP-യും ചേട്ടനും അനുജനുമാണ്. എല്ലാ കാലത്തും അവർ ഒരുമിച്ചിട്ടുണ്ട്. ഇപ്പൊ കാണിക്കുന്നതൊക്കെ വെറും നാടകം മാത്രമാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പഴയ സിനിമകളിൽ ഒരു ക്ലീഷേ കഥയുണ്ട്. എന്താണ്? നസീറും ജയനും അല്ലെ, ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ ഒരു അച്ഛനുണ്ടാകും, അമ്മയുണ്ടാകും. ആ വീട്ടിലേക്ക് ദുഷ്ടനായ വില്ലൻ കടന്നു വരുന്നു, സംഘടന നടക്കുന്നു, അച്ഛൻ കൊല്ലപ്പെടുന്നു, അമ്മ ഭ്രാന്തിയായി എങ്ങോട്ടോ ഓടിപ്പോകുന്നു. 2 മക്കൾ വേർപിരിയുകയാണ്. 2 മക്കൾ വേർപിരിയുന്ന സമയത്ത് ഒരു മകന്റെ കയ്യിൽ സോപ്പ് പൊട്ടിയുടെ ഒരു ഭാഗം ഉണ്ടാവും, മറ്റേ മകന്റെ കയ്യിൽ സോപ്പ് പൊട്ടിയുടെ മറ്റേ ഭാഗം ഉണ്ടാകും. വർഷങ്ങൾക്ക് ശേഷം കഥയുടെ അന്ത്യത്തിൽ ഈ 2 ജയനും നസീറുമായിട്ട് ഇവർ വളർന്നിട്ടുണ്ടാവും. ഇവർ തമ്മിൽ എവിടെയോ വെച്ച് കണ്ടുമുട്ടുന്ന സമയത്ത് അവർ മനസ്സിലാക്കുന്നു സോപ്പ് പൊട്ടിയുടെ ഒരു ഭാഗം നസീറിന്റെ കയ്യിലുണ്ട്, മറ്റേ ഭാഗം ജയന്റെ കയ്യിലുണ്ട്. അപ്പോഴാണ് ഇവർ പരസ്പരം തിരിച്ചത്, ഞങ്ങൾ ജ്യേഷ്ഠാനുജന്മാരാണ്. അവിടെ വെച്ച് വിളിക്കുകയാണ്, ചേട്ടാ അനുജ, കെട്ടിപ്പിടിക്കുകയാണ്. ഇതുപോലെയാണ് സോപ്പ് പൊട്ടിയുടെ ഒരു ഭാഗം അമിത്ഷായുടെ കയ്യിലുണ്ട്, സോപ്പ് പൊട്ടിയുടെ മറ്റേ ഭാഗം വിജയരാഘവന്റെ കയ്യിലുണ്ട്. എന്നെങ്കിലും ഒരു ദിവസം ഇവർ പരസ്പരം കണ്ടുമുട്ടും. അപ്പൊ ഇവർ തമ്മിൽ കെട്ടിപ്പിടിക്കും, ചേട്ടാ അനുജ. ഒരമ്മ പെറ്റ മക്കളാണ്. സലിംകുമാർ പറയുന്ന പോലെ ഒരമ്മ പെറ്റ അളിയന്മാരാണ് CPM-ഉം BJP-യും. ഒരു തർക്കവും ആ കാര്യത്തിൽ വേണ്ട പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെയാണ് ഞാന് CPM-ൽ പോകാതിരുന്നത്. എന്റെ സുഹൃത്ത് എന്നോട് ചോദിച്ചു, വന്നിട്ട് എന്റെ സുഹൃത്ത് എന്നോട്, സന്ദീപേട്ട ഞങ്ങൾ CPM-ൽ പോകത്ത് നന്നായി. എന്താ കാരണം എന്നറിയോ? TG രവിനെ പേടിച്ചിട്ട് ബാലൻ K നായരുടെ വീട്ടിലേക്ക് ഓടിക്കയറിയ ജയബായതിന്റെ അവസ്ഥയാകുമായിരുന്നു നിങ്ങൾക്ക്.
രണ്ടും ഒന്നല്ലേ? അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഞങ്ങൾ BJP വിട്ട് CPM-ൽ പോകാതെ, അല്ലെ, ഈ സുഹൃത്തുക്കൾ CPM വിട്ട് BJP പോകാതെ കോൺഗ്രസിലേക്ക് വന്നത്. കോൺഗ്രസ് എന്ന് പറയുന്നത് വിശാലമായ ജനാധിപത്യ പ്ലാറ്റ്ഫോമാണ്. ഇവിടെ എല്ലാവർക്കും അഭിപ്രായം പറയാം, എല്ലാവർക്കും അത്യാവശ്യം പരസ്പരം ട്രോളാം. എനിക്ക് വേണമെങ്കിൽ എൽദോസിനൊന്നും ട്രോളാം, ഒരു കുഴപ്പമില്ല. മുമ്പ് ഈഗോ ആയിട്ട് എടുക്കൂല. പറയാം, ഒരു പ്രശ്നമല്ല, ഈഗോ ഇല്ല, അത് ഏറ്റവും വലിയ കാര്യം.